ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഇന്ന് ഞാനൊരു കുഞ്ഞു വ്ളോഗായിട്ടാണ് കേട്ടോ വന്നേക്കുന്നത്. അപ്പോൾ ഞാനിന്ന് വെളുപ്പിനൊരു 3 മണിയായപ്പോൾ എണീറ്റു. രാവിലെ തന്നെ നടയിൽ തിരി കത്തിച്ചു. അതെൻ്റെ ചെറുപ്പം മുതലുള്ളൊരു ശീലമാണ്. ഞങ്ങളിന്ന് കൃപാസനം പള്ളിയിൽ പോകുകയാണ് കേട്ടോ. അപ്പോൾ വെളുപ്പിന് ഒരു 4 മണി ആയപ്പോഴേക്കും ഞങ്ങൾ പള്ളിയിലേക്ക് പുറപ്പെട്ടു. ഒരു 6 മണി ആയപ്പോൾ ഞങ്ങൾ പള്ളിയിലെത്തി. അപ്പോൾ ഇത് ആലപ്പുഴ ജില്ലയിലെ കലവൂരിൽ സ്ഥിതി ചെയ്യുന്ന ഒരു മരിയൻ തീർത്ഥാടന കേന്ദ്രമാണ് കൃപാസനം. ആലപ്പുഴ ലത്തീൻ കത്തോലിക്കയുടെ കീഴിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. 1990 ഫാദർ ജോസഫ് വലയവീട്ടിലിൻ്റെ നേതൃത്വത്തിലാണ് ഈ കേന്ദ്രം ആരംഭിക്കുന്നത്. 2004 ഡിസംബർ 7 ആദ്യമായി മാതാവ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ടത്. 1000ഓളം നാനാജാതി മതസ്ഥരാണ് ഇവിടെ ദിവസവും എത്തിച്ചേരുന്നത്. മരിയൻ ഉടമ്പടിയാണ് മറ്റുള്ള തീർത്ഥാടന കേന്ദ്രത്തിൽ നിന്നും വ്യത്യസ്തമായി ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. എന്താണ് ഈ ഉടമ്പടി എന്നല്ലേ? കൃപാസനം ഓഫീസിൽ നിന്നും ലഭിക്കുന്ന ഉടമ്പടി പത്രികയിൽ നമുക്ക് ആവശ്യമായ 6 പ്രാർത്ഥന നിയോഗങ്ങൾ എഴുതാം. ഈ 6 നിയോഗങ്ങളും സൂചിപ്പിക്കുന്നത് കാനായിലെ കല്യാണ വിരുന്നിൽ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ യേശു വെള്ളം വീഞ്ഞാക്കാൻ ഉപയോഗിച്ച 6 കൽഭരണികളെയാണ്. ഈ കൽഭരണികളെ മേലുള്ള വിശ്വാസവും പ്രത്യാശയും ദൈവസ്നേഹവും ഏറ്റെടുത്ത് പരിശുദ്ധ അമ്മ വഴിയാണ് നമുക്ക് നമ്മുടെ നിയോഗങ്ങളെല്ലാം ഈശോയുടെ മുന്നിൽ ഇവിടെ സമർപ്പിക്കുന്നത്. കൃപാസനം എന്ന പേരുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കരുണയുടെ ഇരിപ്പിടം എന്നാണ്. 1990 മുതൽ ചെറിയ രീതിയിലുള്ള കൗൺസിലിംഗ് മാത്രമാണ് നടത്തിയിരുന്നുവെങ്കിലും 1991 മുതൽ അർത്തുങ്കൽ പള്ളിയുടെയും മറ്റ് തീരദേശ ധ്യാനങ്ങളും നടത്തുന്നതിനുള്ള ഒരു സ്ഥലമായി കൃപാസനം മാറി. കൃപാസനത്തിലൂടെ തീർത്ഥാടകർക്ക് ലഭിച്ചിട്ടുള്ള അനുഗ്രഹങ്ങളും അവരുടെ സാക്ഷ്യങ്ങളും ബൈബിൾ സന്ദേശങ്ങളും പ്രചരിപ്പിക്കുന്നതിന് ഓരോ മാസവും അച്ചടിക്കുന്ന പത്രമാണ് കൃപാസന പത്രം. ഉടമ്പടിയുടെ പകർപ്പും കൃത്യമായ തെളിവുകളും അടങ്ങിയ രേഖകളും സമർപ്പിച്ചവരുടെ സാക്ഷ്യങ്ങൾ മാത്രമാണ് നിലവിൽ കൃപാസന പത്രത്തിൽ പ്രസിദ്ധീകരിക്കുന്നത്. കൃപാസനം തീർത്ഥാടന കേന്ദ്രത്തിൽ നിന്നുമാണ് ഇത് അച്ചടിക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ എന്ത് പ്രധാനപ്പെട്ട കാര്യം സംഭവിച്ചാലും ഞാൻ പോകുന്നൊരു സ്ഥലമാണ് കേട്ടോ കൃപാസന തീർത്ഥാടന കേന്ദ്രം. അതിപ്പോൾ ഒരുപാട് ദുഃഖം വന്നാലും സന്തോഷം വന്നാലും ഞാൻ എപ്പോഴും അവിടെ പോകാറുണ്ട്. അതിപ്പോൾ എല്ലാവർക്കും പോകാൻ ഇഷ്ടമുള്ള ഒരു സ്ഥലമുണ്ടല്ലോ, അതുപോലെ എനിക്കിഷ്ടമുള്ള 1-2 സ്ഥലങ്ങളിലൊന്നാണ് ഇത്. ഇവിടെ ചെന്ന് പരിശുദ്ധ അമ്മയുടെ അടുത്ത് നിൽക്കുമ്പോൾ കിട്ടുന്ന സന്തോഷവും സമാധാനവും അത് വല്ലാത്തൊരു ഫീലിംഗ് തന്നെയാണ്. അപ്പോൾ മാതാവിനെ കണ്ട് വളരെ സന്തോഷത്തോടെ ഒരു ഉച്ചയ്ക്ക് 2 മണിയായപ്പോഴേക്ക് ഞങ്ങൾ പള്ളിയിൽ നിന്ന് ഇറങ്ങി. പിന്നത്തെ ഈ കുഞ്ഞു വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോ ഇട്ട് വരാം കേട്ടോ. ബൈ.